അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഫസീലയും മക്കളും ഉമ്മയും ഉപ്പയും ആങ്ങളെയും ഉംറക്ക് പോകുന്ന ദിവസമാണ്. നവാസ് പോയതിനു ശേഷം ഉമ്മയുടെ മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. പാവന്റെ കുട്ടി മനസ്സിൽ എടുങ്ങാറുകൊണ്ട് പോയതായിരിക്കും, അല്ലെങ്കിൽ ഒരുമിച്ച് ഉംറക്ക് പോവാ എന്നൊക്കെ പറഞ്ഞു നിന്നതായിരുന്നു. എന്താപ്പ ചെയ്യാ, ഓന്റെ ജീവിതത്തില് ഒരു സുഖവും സമാധാനവും ആരും കൊടുക്കൂലല്ലോ. ഉംറക്ക് പോകുന്ന ആ ദിവസം ഐഷുമ്മയും നുസൈബയും കുട്ടിയും എല്ലാവരും അതാ ഫസീലയുടെ ആ വീട്ടിലേക്ക് പോകുന്നു. സമീറയും ഉസ്താദും എല്ലാവരും എത്തിയിട്ടുണ്ട്. ഷമ്മാസ് പറഞ്ഞിരുന്നു എല്ലാവരോടും ഉച്ച സമയത്തേക്ക് എത്തുവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ സമയം റജിനത്തെയും മക്കളും ഹസ്ബൻഡും അവരും എത്തിയിരുന്നു. ആദ്യമായിട്ട് ഉംറക്ക് പോകുകയല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാവരെയും വിളിച്ച് ഒരു ഭക്ഷണം കൊടുക്കണം എന്നതായിരുന്നു ഷമ്മാസിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ സമയത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു നവാസ് ഷമ്മാസിനോട് മക്കളെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഷമ്മാസിന് വളരെയധികം കെയറിങ്ങുമായിരുന്നു. തലേ ദിവസം നുസൈബയെ കൊണ്ടുപോവാൻ വന്നപ്പോൾ നേരെ ഫസീലത്തിയുടെ ആ വീടിന്റെ അതിലൂടെയായിരുന്നു പോയിരുന്നത്. മക്കൾ കൂടെ വന്നിരുന്നു. എന്നാൽ ഇന്ന് തിരിച്ചു പോകുമ്പോഴാണ് അവർ കൂടെ പോകുന്നത്. ഐഷുമ്മക്ക് കുറെയൊക്കെ അസുഖം ഭേദപ്പെട്ട് തുടങ്ങി. എന്നാൽ ഷമ്മാസ് നല്ല രീതിയിൽ ഉമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്. ഉമ്മയോട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മക്കളെ ഒന്നും കൊണ്ടുവരണ്ട എന്നും ഉമ്മ പറഞ്ഞപ്പോൾ, എന്നാൽ ഷമ്മാസിനോട് ഉമ്മ പറഞ്ഞത് ഇതായിരുന്നു, മക്കളില്ലായിട്ടൊരു സുഖമില്ല, ഒരു സന്തോഷമില്ല, എല്ലാവരും വേണം മോനെ, അല്ല ഞാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉമ്മയുടെ നിർബന്ധപ്രകാരമാണ് നുസിയെയും കുട്ടിയെയും എല്ലാം കൊണ്ടുവന്നത്. എന്നാൽ ഇന്ന് എല്ലാവരും ഫസീലയുടെ വീട്ടിൽ കൂടിയിരിക്കുകയാണ്. ഉംറയ്ക്കുള്ള സാധനങ്ങളെല്ലാം തന്നെ ഷമ്മാസ് തലേ ദിവസം തന്നെ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. എന്തൊക്കെയാ ആവശ്യമുള്ളത് അതിനനുസരിച്ച് എല്ലാവരെയും കൊണ്ടുപോയിട്ട് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുത്തിരുന്നു. ഏതൊരു നവാസ്ക ഇല്ലാത്തതല്ലേ, അതുകൊണ്ട് തന്നെ ഷമ്മാസ് എല്ലാ കാര്യവും അങ്ങ് ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു അവർക്ക്. ഉമ്മ പറഞ്ഞു, മോനെ എന്തൊക്കെ തന്നെ ആയാലും എൻ്റെ കുട്ടി ഇല്ലാത്തതല്ലേ, മോനെ ഓല കാര്യത്തിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കട്ടോ ഉമ്മ, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. അവർ നല്ല രീതിയിൽ എയർപോർട്ടിൽ നിന്ന് കയറ്റി വിടുന്നവരെ അവരുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുത്തിരിക്കും. ഷമ്മാസ് ഉണ്ടായപ്പോൾ തന്നെ അവർക്കും വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരുന്നു. ആ ഉപ്പയുടെ കാര്യത്തിലും എല്ലാം ഷമ്മാസ് മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെയതാ സമീറയുടെ ഭർത്താവ് ഉസ്താദ് ദുആ ചെയ്യുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിച്ചു സന്തോഷത്തോടു കൂടെ റാഹത്തായി. എന്നാൽ അതിനിടയിൽ അതാ ജമീലത്താത്തയുടെ കൂടെ ഷെറീനയും വന്നിട്ടുണ്ട്. ശരിക്കും ഒരു നിമിഷം അവൾ ശരിക്കും വിളിച്ചിട്ട് പോലുമില്ല. ജമീലത്താത്തയുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, എന്നാൽ ഷെറീനയും കൂടെയുണ്ട്. ഇപ്പോ ആദ്യത്തോള് ഉംറക്കൊക്കെ പോലെ തുടങ്ങി, രണ്ടാമത്തോള് അവിടെ വീട്ടിലും നിൽക്കുക. എന്താന്നില്ലേ, ഇവളുടെ ഒരു കഥ തന്നെയാണ്. ഷെറീന ഓരോന്ന് ആലോചിച്ച് കൊണ്ടിരുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഉസ്താദ് ദുആ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി കാര്യങ്ങളെല്ലാം സെറ്റാക്കി. അങ്ങനെയതാ ആ വീട്ടിൽ നിന്ന് എല്ലാവരും ഉംറക്ക് പോവുകയാണ്. ഷെറീൻ അവിടെ ആകെ ഒന്ന് കണ്ടു. നല്ല വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവൾക്ക് ഇതൊക്കെ എവിടുന്ന അതിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ. ഞങ്ങളെ വീടൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കണമെന്നെങ്കിൽ പുത്തൻ വീട് തറവാട്ടത്ത് ആരെങ്കിലും കല്യാണം കഴിക്കന്നെ വേണ്ടിരും, എന്നെങ്കിലേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഷെറീനയുടെ മനസ്സിൽ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ അതാ ഉസ്താദിന്റെ ദുആയോട് കൂടെ അവർ ഉംറക്ക് വേണ്ടി ഇറങ്ങുകയാണ്. ഫസീല ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു, ഉമ്മ എനിക്ക് പുറത്തു തരണം. എല്ലാം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളെല്ലാം പറ്റിപ്പോയിട്ടുണ്ട്, ഉമ്മ പുറത്തു തരണം. ഫസീല ഉമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. മോളെ, അള്ളാഹുവിൻ്റെ വീട്ടിലേക്കല്ലേ ഞങ്ങൾ പോകുന്നത്, അവിടെ ചെന്നിട്ട് പടച്ച റബ്ബിനോട് നല്ല രീതിയിൽ ദുആ ചെയ്യണം കേട്ടോ. ഇൻഷാ അള്ളാഹ് എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടും എല്ലാം റാഹത്താകാനൊക്കെ വേണ്ടിയിട്ട് നല്ല ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ടും മക്കളെ കാര്യത്തിലും ഒക്കെ ദുആ ചെയ്യണം. നവാസിന്റെ മക്കളും ഉമ്മമ്മയോട് സലാം പറഞ്ഞ് ഉമ്മമ്മയെ ചുംബിച്ച് ഇറങ്ങുകയാണ്. മോനെ ഷമ്മാസേ, ഉമ്മൻ്റെ കുട്ടി നല്ല രീതിയിലാക്കി കൊടുക്കിട്ടോ. ഷമ്മാസിന്റെ വലിയ വണ്ടിയായിരുന്നു എടുത്തിരുന്നത്. എല്ലാവരും അതാ വാഹനത്തിൽ കയറി. ഉമ്മാക്ക് പോരാനൊക്കെ താല്പര്യമുണ്ട്, പക്ഷേ ഇനിയിപ്പോ ഏതൊക്കെ അറിയില്ലല്ലോ. വല്ലാതെ അങ്ങോട്ട് അസുഖം ശരിക്കും മാറിയിട്ടുമില്ല, എല്ലാം കൊണ്ട് അത്ര കണ്ട് ആരോഗ്യം തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെ അതാ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും വീട്ടിൽ നിന്നിറങ്ങി.
എന്നാൽ ആ നിമിഷം തന്നെ ഐഷുമ്മ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. പഠിച്ചവനെ, യാതൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാതെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി അവിടെ എത്തിക്കണേ അല്ലാ. ലഖദ് ജാഅക്കും റസൂലും ചെല്ലാൻ വേണ്ടി പ്രത്യേകം അവളോട് പറയുകയും ചെയ്തു. ഐഷുമ്മ ദുആ ചെയ്തു. പഠിച്ചവനെ, ഒരുപാട് ബുദ്ധിമുട്ടായി ഇതാണ്. എന്തൊക്കെ തന്നെയാലും അല്ലാ ഇനിയെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്ക്. എന്നാൽ ഐഷുമ്മക്ക് അധികം സമാധാനം ഉണ്ടായത് മറ്റൊന്നുകൊണ്ടുമല്ല. കാരണം എൻ്റെ നവാസ് അവിടേക്ക് എത്തുമല്ലോ, അപ്പോഴേക്കും അതും വലിയൊരു സമാധാനം തന്നെയായിരുന്നു. അങ്ങനെ ഷമ്മാസ് അത് എയർപോർട്ടിലേക്ക് അവരെയും കൊണ്ട് പോകുന്നു. അവർക്ക് ഫ്ലൈറ്റിൽ നിന്ന് കഴിക്കുവാനുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ കുറച്ചധികം തന്നെ ഷമ്മാസ് എല്ലാം റെഡിയാക്കിയിരുന്നു. ഉമ്മ പറഞ്ഞിരുന്നു, മക്കൾക്കൊക്കെ വിശക്കും മോനെ, അതിനുള്ള ഒക്കെ കരുതിക്കോ. മറ്റേത് എങ്ങനെയൊക്കെ പറയാൻ പറ്റൂലല്ലോ. അത് 5 മണിക്കൂർ യാത്രയുണ്ട് ജിദ്ദയിലേക്ക്. അതിനിടയിൽ മക്കൾക്ക് വിശന്നാലൊക്കെ ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് തന്നെ ഐഷുമ്മ ആദ്യമേ ഷമ്മാസിനോട് ആ കാര്യം പറഞ്ഞിരുന്നു. മോനെ, കയ്യിൽ വെക്കുന്ന ലഗേജിലേക്ക് കുറച്ചധികം ഭക്ഷണ സാധനങ്ങളൊക്കെ വെച്ചിട്ടോ, ആ മക്കളെയും കൊണ്ട് പോവല്ലേ എന്നുള്ളത്. അങ്ങനെയതാ ഷമ്മാസ് അവരെ എയർപോർട്ടിൽ കൊണ്ടാക്കി. ആപ്പാപ്പയെ വിട്ടു പോകുമ്പോൾ മക്കൾക്ക് സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ ഉപ്പച്ചിയുടെ അടുത്തേക്കാണെന്ന് അറിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷവുമുണ്ട്. ഷമ്മാസിനോട് അവരെല്ലാം സലാം പറഞ്ഞുകൊണ്ട് പോയി. ഉപ്പ പറഞ്ഞു, മോനെ ദുആ ചെയ്യണം കേട്ടോ. ഒരു കുഴപ്പമില്ലാതെ അവിടെ എത്തിക്കിട്ട് റാഹത്തോടു കൂടി ഉംറയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടാൻ മോൻ ദുആ ചെയ്യണം കേട്ടോ. ഉപ്പ ഒരു കുഴപ്പമില്ല, ഇൻഷാ അല്ലാ ഞാൻ ഒക്കെ ദുആ ചെയ്തു, ഒന്നുമില്ലാതെ അവിടെ എത്തും, ദുആ ചെയ്യും. അങ്ങനെ അതാ നിറമിഴികളോടെ അവരെല്ലാവരും എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഷമ്മാസ് അത് നോക്കി നിന്നു. അത് മക്കളെല്ലാവരും അവർ ഫ്ലൈറ്റ് കയറിയിട്ട് പോയാൽ മതിയോ, കയറി പോയിട്ട് അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാനല്ലേ, അല്ലെങ്കിൽ ഉമ്മ ചോദിക്കും. ഷമ്മാസ് അവിടെ തന്നെ നിന്നു. എന്നാൽ അതാ ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റ് എത്തിയിരിക്കുന്നു. എല്ലാവരും അതാ ബോർഡിംഗ് പാസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് അവർ ഫ്ലൈറ്റിലേക്ക് പോയി തുടങ്ങി. ഷമ്മാസ് അതുവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. എന്നാൽ ഈ സമയം നവാസ് വിളിച്ചു, ഷാമോനെ എന്തായിടാ, വീട്ടിൽ നിന്ന് ഇറങ്ങിയോ? ഇക്ക, ഞങ്ങള് ഇവിടെ എയർപോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ശരി, എപ്പോഴും ഫ്ലൈറ്റ് പറഞ്ഞത്? ഒരു അരമണിക്കൂർ. ആയിക്കോട്ടെ. അല്ലിക്ക, നിങ്ങളോ? ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഞാനിപ്പോൾ എൻ്റെ ഷോപ്പിലാണുള്ളത്, ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഞാൻ നാളെ ഒക്കെ ആയിട്ട് എത്തിക്കോളാം, അവരെത്തിയിട്ട് ഇൻഷാ അല്ലാ. ഇക്ക, അവരുടെ കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ, അവർക്കുള്ളതെല്ലാം ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ ഷാമോനെ. ശരിക്കും ഷമ്മാസ് ഉള്ളത് വല്ലാത്തൊരു ഭാഗ്യമായിട്ട് തോന്നിപ്പോയി നവാസിന്. എൻ്റെ അനിയനുള്ളതും വലിയൊരു ഭാഗ്യം തന്നെ. എന്നാൽ ഐഷുമ്മയുടെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി അവിടെ അങ്ങോട്ട് ഒത്തുകൂടിയിട്ട് ഫൈസലിന്റെ മുംതാസിന്റെ നിക്കാഹ് കൊണ്ട് കഴിക്കുക എന്നുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനിടയിൽ സൗദയുടെ ഈ കാര്യം എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ആകപ്പാടെ ഒരു കുളമായതുപോലെ. ഇനിയിപ്പോൾ സൗദയുടെ പ്രസവം കഴിഞ്ഞിട്ട് ആയാലും അതിനു മുമ്പായാലും സൗദ വരുന്നില്ല. ഞങ്ങൾ പോയി വിളിച്ചതാണ് അവളെ, പക്ഷെ സൗദ വന്നില്ല. അവൾ അവിടെ തന്നെ നിന്നു. എന്ത് തെറ്റ് ഞങ്ങളെ ഭാഗത്തുള്ളത് എനിക്കറിയുന്നില്ല. ഐഷുമ്മ ആലോചിച്ചു. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാ ഹെൽപ്പും അവർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷെ ചെറിയ രീതിയിലുള്ള തെറ്റുകുറ്റങ്ങളെ കണ്ടുപിടിക്കാന്ന് വെച്ചാല് പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യന്മാരായ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ. ഞാൻ ഇനിയും തയ്യാറാണ് സൗദിയെ കൊണ്ടുവരാൻ, പക്ഷെ മക്കള് വിടൂല. ഷാമോൻ പറഞ്ഞു, ഇനി ഒരിക്കലും എൻ്റെ ഉമ്മയെ നാണം കെടുത്താൻ ഞാൻ സമ്മതിക്കൂല, ഞങ്ങൾക്ക് സഹിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷമ്മാസ് വിടാൻ ചാൻസ് ഇല്ല. അന്ന് എൻ്റെ ഷാമോന്റെ കൂടെ വന്നതാണ്. അന്ന് അത്രയും സാധനങ്ങൾ കൊണ്ടുപോയിട്ട് അവരതൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിട്ടു എന്ന് അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും സങ്കടമായിരുന്നു. എന്നാലും ഞാൻ വിചാരിക്കുകയാണ്, നമ്മളെ കുട്ടി ഉള്ളതല്ലേ, അതുകൊണ്ട് തന്നെ അവൾ ഇനിയും സ്വീകരിക്കാൻ തയ്യാറാണ്. അതാണ് ഐഷുമ്മയുടെ മനസ്സ്. ആരെന്തൊക്കെ തന്നെ ചെയ്താലും അവർക്ക് പകരം ചെയ്യില്ല, പകരം അവർക്ക് പുറത്തു കൊടുക്കും. ഐഷുമ്മ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്ത്രീയാണ്, അങ്ങനെ ഒരു ഉമ്മയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരെ ബഹുമാനവുമാണ്. എന്നാൽ ചില ആളുകൾ മാത്രം ഐഷുമ്മയെ നല്ല രീതിയിൽ ഇടങ്ങാറാക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് റാഹിലയും ഷെറീനയും. എന്നാൽ സൗദിയുടെ ഉമ്മയും ഒക്കെ ആ ഒരു ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഷാമോൻക്കൊക്കെ പേടിയാണ് അവരുടെ അടുത്തേക്ക് ഉമ്മ അടുക്കുന്നതും. എന്നാൽ ഉമ്മക്ക് ചതി മനസ്സിലാകുന്നില്ല. അവര് എല്ലാവരും ഉമ്മയെ ചതിക്കുകയാണെന്ന് ഒരിക്കലും ഉമ്മക്ക് അറിയില്ല. അവരുടെ സ്നേഹം നിറഞ്ഞുള്ള ആ ഒരു ചിരിയും സംസാരവും അത് കാണുമ്പോൾ ഉമ്മ വിചാരിക്കും നല്ല ആളുകളാണെന്ന്. പക്ഷേ ഉമ്മയെ അറിയാതെ പറ്റിക്കുന്നവരാണ് അവരെന്ന് ഒരിക്കൽ പോലും ഉമ്മക്ക് അറിയുന്നില്ല. അങ്ങനെ അത് അല്പസമയത്തെ ഇടവേളക്ക് ശേഷം ഷമ്മാസ് വിളിക്കുന്നു ഫസീലയുടെ ഫോണിലേക്ക്. ഹലോ ഇത്ത, എന്തായി? ഷാമോനെ ഫ്ലൈറ്റ് ഇളകി തുടങ്ങിയിട്ടുണ്ട്.
ആ ആയിക്കോട്ടെ ഇൻഷാല്ലാ. പക്ഷെ ഷാമും പോയിട്ടില്ലേ? ഞാന് നിങ്ങളങ്ങോട്ട് പൊന്തിയിട്ട് പോയി അരച്ചിട്ടാണ്. ഇനിയിപ്പോ ആയിക്കോളെ, കുഴപ്പമില്ല. അത് ഫ്ലൈറ്റ് ഇതാ ഇളകി നീങ്ങി തുടങ്ങിക്കണേ. ഇനിയിപ്പോ അല്പസമയത്തിനുള്ളില് ആയിക്കോട്ടെ. എന്നാൽ ഷമ്മാസ് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഫ്ലൈറ്റ് ഉയർന്ന് പൊങ്ങുന്നതായിട്ട് കണ്ടു. ഒരു നിമിഷം ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഷമ്മാസ് പ്രാർത്ഥിച്ചു, പഠിച്ചോനെ നീ കാത്തുരക്ഷിക്ക്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. ഫസീലയും മക്കളും ഉമ്മയും ഉപ്പയും അതാ ഫ്ലൈറ്റിൽ കയറി പോയി. എന്നാൽ ഉമ്മാക്കും ഉപ്പാക്കും അത് ആദ്യത്തെ അനുഭവമായിരുന്നു. അതെ, കുഞ്ഞുവിനും ശരിക്കും അവർ ആകാംക്ഷയോടെ നല്ല രീതിയിൽ അത് നോക്കി നിന്നു. കുഞ്ഞുവും ഉമ്മയും ഉപ്പയും ആദ്യമായിട്ട്. പിന്നെ ഫസീലയും മക്കളും ഇടയ്ക്കിടെ പോകും. അത് പിന്നെ ആദ്യം അവർക്ക് ശീലമായതല്ലേ. കല്യാണം കഴിഞ്ഞുടനെ തന്നെ നവാസ് അവരെ കൊണ്ടുപോയിരുന്നതും പ്രസവവും കാര്യങ്ങളും എല്ലാം അവിടെ തന്നെ ആയിരുന്നല്ലോ. പക്ഷെ മക്കൾക്ക് ഫ്ലൈറ്റ് യാത്ര അത്ര ഇഷ്ടമുള്ള കാര്യമില്ല. കുറച്ചു കഴിയുമ്പോൾ അവരങ്ങ് തളർന്നുറങ്ങും. അതെ, അതങ്ങ് ശീലമായി. എന്നാൽ ശരിക്കും കുഞ്ഞു ആസ്വദിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഓരോ അത്ഭുതങ്ങൾ. അതെ, കടലിന് മുകളിലൂടെ മേഘത്തിനിടയിലൂടെ ആ ഒരു വിമാനം പറക്കുമ്പോൾ അവൻ അതെല്ലാം നോക്കിക്കണ്ടു. ആ ഉമ്മാക്കും ഉപ്പാക്കും തന്നെ അത് വല്ലാത്തൊരു അത്ഭുതം പോലെയായിരുന്നു. എന്നാൽ ഒരു നിമിഷം ഉമ്മ പറഞ്ഞു, റഹ്മാനെ വല്ലാത്തൊരു അവസ്ഥ തന്നെയാണല്ലേ ഇത്, ഭൂമിയിലും അല്ല ആകാശത്തിലും അല്ല എന്നുള്ള ഒരവസ്ഥയിലാണല്ലോ റബ്ബേ. ഇതിപ്പോ അള്ളാഹുവിൻ്റെ ഒരു കുതിരത്ത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലാതപ്പോ ഈ ഒരു ഇത്രയും വലിയൊരു വിമാനം എങ്ങനെ വായുവില് നിൽക്കുകയാണ്? നിലത്താണെങ്കിൽ നിലത്തല്ല, ആകാശത്തിന് മേലെയല്ല, അതിനിടയിൽ ഇതിങ്ങനെ പറക്കേറുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ്. പഠിച്ച റബ്ബ് മനുഷ്യന്മാർക്ക് കൊടുത്ത ഓരോ കഴിവുകളില്ലേ. ഉമ്മ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഫസീലക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. കാരണം അവള് അതെല്ലാം എത്രയോ തവണ കണ്ടതാണ്, ആസ്വദിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവൾക്കും മക്കൾക്കും അത് വലിയൊരു പുത്തിരിയല്ല. എന്നാലും ഉമ്മയും ഉപ്പയും ശരിക്കും അവനും നല്ല രീതിയിൽ അതെല്ലാം ആസ്വദിക്കുന്നുണ്ട്. റബ്ബേ, എല്ലാം പടച്ച റബ്ബിന്റെ കുതിരത്ത് തന്നെ. ആദ്യത്തെ വിമാനയാത്ര ആയതുകൊണ്ട് തന്നെ അവർക്കും വല്ലാത്തൊരു സന്തോഷമുണ്ടായിരുന്നു. അതിൽ ഒരിക്കൽ പോലും ഞങ്ങൾ ഇങ്ങനെ ഉംറക്ക് വരുമെന്നോ വിമാനയാത്ര ചെയ്യുമെന്നോ എന്നൊരു പ്രതീക്ഷയുമില്ലായിരുന്നു. എന്നാൽ വീണ്ടും ഞങ്ങളുടെ പുന്നാരമോളെ നവാസ് ഏറ്റെടുത്തതോടുകൂടി അവർക്കും തന്നെ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അത് ഒരിക്കൽ പോലും അവർ അങ്ങനെ ഒരു സ്വപ്നം പോലും കണ്ടിട്ടില്ല എന്നർത്ഥം. എന്നാൽ പോകുന്നതിന്റെ തലേ ദിവസം തന്നെ അതാ ആങ്ങളെയെയും വൈഫിനെയും കുട്ടികളെയൊക്കെ വിളിച്ചിരുന്നു. പക്ഷെ അവരെത്തിയിട്ടില്ലായിരുന്നു. ആ ഒരു കാര്യത്തിൽ ആ ഉമ്മാക്കും ഉപ്പാക്കും നല്ല ടെൻഷനുണ്ട്. കാരണം അതെ, കൂടുതലൊന്നുമില്ലല്ലോ, 2-3 മക്കളല്ലേ ഉള്ളൂ. അവർക്ക് നല്ല രീതിയിൽ ഒത്തൊരുമിച്ച് നിന്നൂടെ. എന്നാൽ അവൻ വന്നില്ല. ആങ്ങളെ വരേണ്ടതാണ്. പക്ഷെ എന്താ അറിയില്ല, ഇനിയിപ്പോ നാത്തൂൻ വിട്ടിട്ടില്ലേ എന്തോ, അതൊന്നും അറിയില്ല. എന്തൊക്കെ തന്നെയാലും പോകുന്ന വിവരം ഫസീലയും വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ നവാസിന് സന്തോഷമായിരുന്നു. പഠിച്ചോനെ, എന്തൊക്കെ തന്നെയാലും അവരൊക്കെ ഉമ്രക്ക് കൊണ്ടുപോരാൻ പറ്റിയല്ലോ എന്നുള്ള രീതിയിൽ ആ ഉമ്മയും ഉപ്പയും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചതായിരിക്കും അതൊക്കെ. എന്നാൽ തന്നെ കൊണ്ട് അത് സാധിപ്പിക്കുക എന്ന് വെച്ചാൽ അവന്റെ മനസ്സിൽ സന്തോഷം തോന്നി. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട്ട് തറവാട്ടിലേക്ക് പോവുകയാണ് ഉമ്മ. അതെ, ശരിക്കും ഫസീലയും മക്കളും ഉമ്മയും ഉപ്പയൊക്കെ പോയപ്പോൾ അവർക്കും വല്ലാത്തൊരു പൊറുതിയുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇവിടെ നിന്നിട്ട്, ഏതായാലും ഒരു ഷാമവും വരട്ടെ. ഷമ്മാസിനെ കാത്തിരിക്കുകയാണ്. എന്നാൽ റജിനത്തെ പറഞ്ഞു, താത്ത നിങ്ങൾ പോരണോ അങ്ങോട്ട്? എൻ്റെ പൊന്നാര താത്ത, നിങ്ങളോട് പറയാന് കുറേ വിഷമകരമായ സംഭവങ്ങൾ, നമ്മളത് ചെവി കൊടുക്കാതിരിക്കുക നല്ലത്. ഒരിക്കൽ പോലും എനിക്ക് അതിനോട് തീരെ താല്പര്യമില്ല. എൻ്റെ പൊന്നാര താത്ത, എത്ര വലിയൊരു കുടിരിക്കലാണ് അവിടെ കഴിഞ്ഞത് അറിയോ? ആയിക്കോട്ടെടി, സാരല്ല. നമ്മളെ പെരീക്ക് വന്ന ആ ഷെറീനി റായിലി ഉണ്ടല്ലോ, ഓല് പോയി വന്ന കഥ ഇങ്ങനെ കുറെ പറഞ്ഞിനോ. ആയിക്കോട്ടെ, അതിനെന്താ, എല്ലാവരും നന്നാവട്ടെ. നമ്മളോട് പറയുന്നും വേണ്ട. ഓല് എന്താ വെച്ചാൽ ഓലെ മട്ടത്തിന് ഓല ഇഷ്ടം പോലെ തന്നെ ജീവിച്ചോട്ടെ. അല്ല റജിന, ഈ പോയോ? എന്റെ പൊന്നാര താത്ത, ഞാനൊന്നും പോയിട്ടില്ലേ. ഞമ്മക്കിപ്പോ ഒരു മനസ്സിക്ക് സന്തോഷമുള്ള സംഭവം അല്ലല്ലോ ഇപ്പൊ ഇത്. നവാസിനോട് നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ വേണ്ടോ കരുതിയിട്ട് അങ്ങനെ ഒരു രീതിയിൽ എനിക്കൊരു സമാധാനമില്ല. പിന്നെ ഇനിയിപ്പോൾ എല്ലാവരും നവാസിനെ ചോദിക്കും, നിങ്ങളെ ചോദിക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ പോയിട്ടില്ല. ഇനിയിപ്പോൾ ഇവരോട് പറഞ്ഞേക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് പിന്നെ ഇവിടെ ഇല്ലേനേനും. നല്ല രീതിയിൽ തന്നെയായിരുന്നു. പെരീക്കല്ലേ സഹായത്തിന് ഹെൽപ്പിന് നല്ല മട്ടത്തിൽ അങ്ങോട്ട് നമ്മൾ നല്ല ചെയ്ത് കൊടുത്തും ചെയ്തേക്കണ പോലെ ആവശ്യങ്ങൾക്കൊക്കെ. നവാസിന് നല്ലൊരു ജീവിതം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിൽ നിന്നതും ഞാൻ.
എന്തായാലും പാവപ്പെട്ട പെണ്ണ് വീട്ടിൽ പണിയെടുക്കാൻ വരുന്ന പെണ്ണല്ലേ, അവൾക്കൊരു ജീവിതം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റബ്ബേ അതിന് നിന്നതായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ, ഓരോരുത്തർക്ക് പഠിച്ചവന്റെ വിദ്യയായിരിക്കും. നല്ല മട്ടത്തിലൊക്കെ നിന്നാ എന്ത് നല്ലതായിരുന്നു. ഓൾക്ക് ഗൾഫൊക്കെ പോവും ചെയ്യുന്നു വരും ചെയ്യുന്നു. നവാസ് ഇപ്രാവശ്യം ഒറ്റക്ക പോയത് പറഞ്ഞപ്പോൾ മനസ്സൊക്കെ വല്ലാത്തൊരു വിഷമം. പ്രസവത്തിന് വേണ്ടി കൊണ്ടുവന്നതിനോ, പ്രസവം കഴിഞ്ഞ് 90 കഴിഞ്ഞ് തിരിച്ചു പോവാ അങ്ങനൊക്കെ വിചാരിച്ച് അതൊക്കെ എൻ്റെ നെയ്യത്ത്. അതിനിടക്ക് ഫസീല തിരിച്ചു വന്നു, അതും വലിയൊരു ആശ്വാസം. റജിനത്തെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞു. സാരില്ലടി, എന്താ ചെയ്യാം, നമ്മൾ കരുതി കൂട്ടി ആരും ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഓള് വന്നാലും ഓളെ സ്വീകരിക്കാൻ ഓളെ വിളിച്ചു കൊണ്ടുവരാൻ തയ്യാറാണ്. പക്ഷെ ഇനിയും എൻ്റെ മക്കൾ അയക്കൂല ഓളെ വീട്ടിലേക്ക് ഇങ്ങനെ പോകാൻ. പിന്നെ പോരോ എൻ്റെ പൊന്നാറ് താത്ത ഒന്നും പറയണ്ട. സത്താറ് എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്, ഓനെ ഞാൻ ഏഷനും മരുതീഷനും പറയല്ല, ഓൻ ചില്ലറക്കാരനല്ലേ. ഓനെ എന്ത് വിചാരിച്ചിട്ട് ഓല് വീട്ടിൽ കയറ്റിക്കണെന്ന് എനിക്കറിയില്ല. എല്ലാം കൂടി ആലോചിക്കുമ്പോൾ ഒരു ഇടങ്ങാറാണ്. അതെ, ഒന്നുമില്ല, മനുഷ്യന്മാര് പറയില്ലേ, ഞങ്ങളെടുത്തൊരു താത്ത ഉണ്ട്, ആ താത്ത ആണെങ്കിൽ പറഞ്ഞ് നടക്കാണ് എല്ലാം. ചുരുക്കി പറഞ്ഞാല് എല്ലാം കൂടി നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനൊന്നും തോന്നാത്ത പോലെയാണ്. എല്ലാവരും ചോദിക്കും എന്താടി ഇവിടെ നിൽക്കണേ, ഓലാരും ഇങ്ങോട്ട് വരലില്ലേ, ഏതാന്നൊക്കെ. ഞാൻ അടുത്തായി പോയത് കുടുങ്ങിയ പോലെ ആയിപ്പോ. ശരിയാണ്, ഇപ്പോൾ ഒരു വലിയ ആൾക്കാരൊക്കെ ആയിക്കണം, വലിയ വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതൊക്കെ ആയിക്കോട്ടെ, ഒന്നും കുഴപ്പമില്ല. എന്നാലും നല്ല രീതിയിൽ ഓള് നവാസിന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഓൾക്ക് ഇതിനേക്കാളും നല്ല ഇത് കിട്ടുമായിരുന്നു. എന്തപ്പോ ചെയ്യാ, പറഞ്ഞിട്ട് കാര്യമില്ല. ആയിഷമ്മാക്കും അത് കേട്ടപ്പോൾ വല്ലാത്തതായി. എന്നാൽ ഷമ്മാസ് പറഞ്ഞിരുന്നു ഉമ്മയോട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയണ്ട എന്നുള്ളതൊക്കെ. പക്ഷെ എന്താ ചെയ്യാ. എന്നാൽ എല്ലാവരും പോയപ്പോൾ അതാ റജിനത്ത് പറഞ്ഞു, എന്നാ താത്ത നിങ്ങൾ വണ്ടി കയറിക്കോളി, ഞാൻ അങ്ങോട്ട് കൊണ്ടാക്കി തരാം. അല്ലടി, ഷാമോ അപ്പൊ വരും, ഷാമോ വന്നിട്ട് പോകാം, അതായിരിക്കും നല്ല. കുറച്ച് കഴിഞ്ഞിട്ട് പോയാ പോരെ, അല്ലേ മക്കളൊക്കെ ഇനി തിരക്ക് കൂട്ടണൊക്കെ ഉണ്ട്, പോട്ടഞ്ഞ്. നുസൈബയും ഉമ്മയും മാത്രമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, ബാക്കി എല്ലാവരും പോയി. ഷമ്മാസിനെ കാത്തിരിക്കുകയാണ് നുസൈബയും ഉമ്മയും. ഉസ്താദും സമീറും കുറച്ചു സമയം അവിടെ ഇരുന്നിട്ട് അവരും പിന്നെ തിരിച്ചു പോയി. എന്നാൽ ഉമ്മ അവളോട് പറഞ്ഞു, മോളെ നുസിയെ എന്താ അല്ലേ ചെയ്യാ, നമുക്കൊരു സമാധാനം സന്തോഷം ഉള്ളതായിരുന്നു എല്ലാം കൊണ്ടും. ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് നമുക്ക് ഇനിയിപ്പോൾ ഇടങ്ങാറുള്ളത്. ഞാൻ കരുതിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോളെ, നമുക്ക് എല്ലാവർക്കും കൂടെ ഉംറക്ക് പോവുക. ഉംറക്ക് പോയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ ഫൈസലിൻ്റെയും മുംതാസിനെയും നിക്കാഹും കഴിച്ച് ഇങ്ങോട്ട് പോരാ, എന്നാ പിന്നെ സമാധാനമായല്ലോ. അതിനിടക്കാണ് ഇപ്പോൾ ഈ സൗദൻ്റെ പ്രശ്നം വന്നത്. ഓളിപ്പോൾ നല്ല മട്ടത്തിന് നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞു, നുസൈബ ഉമ്മ എങ്ങനെയെങ്കിലൊക്കെ നന്നാക്കി എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ മോളെ എന്ത് ചെയ്യാന്, ആ സത്താർ അവിടെ ഉള്ള സ്ഥിതിക്ക് അതിപ്പോൾ മനസ്സൊക്കെ ഇടങ്ങാറേക്കണം നമ്മുടെ നവാസിനെ. അതിപ്പോൾ ഏതൊരാണുങ്ങൾക്കായാലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓല് ഭയങ്കര കമ്പനിയാണ്, അവിടുത്തെ എല്ലാ കാര്യം നോക്കുന്നത് സത്താറാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിനുള്ളിലേക്ക് വല്ലാത്തൊരു വിഷമം കൂടിയാണ് അത്. ഐഷമ്മ വിചാരിച്ചതൊന്നും നടന്നില്ല കാര്യമായിട്ട്. അതിലൊന്നുമല്ല പ്രധാനം, ഉമ്മക്ക് നല്ല ആഗ്രഹമായിരുന്നു ഫൈസലിൻ്റെയും. ഫൈസൽ ഒരു കാലത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് ഒരുപാട് സഹിച്ചു. ഇനി ഏതായാലും പഠിച്ചോനെ ഓല ആഗ്രഹം പോലെ തന്നെ കല്യാണം നടത്തി കൊടുത്തണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. എന്നാൽ ഐഷമ്മയുടെ മനസ്സിൽ പല ചിന്തകൾ. എന്തായാലും ഒന്ന് പോയാലോ, ഏതായാലും സൗദനെ വിളിച്ച് വന്നില്ല. പക്ഷെ ഓളെ പ്രസവത്തിൻ്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ സമാധാനക്കേടൊക്കെ ഉണ്ട്. മോളെ ഉമ്മ വിളിക്കുന്നു നുസൈബയെ. ഉമ്മ ഞമ്മക്കൊണ്ട് പോയാലടി ഉംറക്ക് അങ്ങോട്ട്, എന്നിട്ട് അവിടുന്ന് അങ്ങോട്ട് നവാസിൻ്റെയും ഫസീലാൻ്റെയും അവരുടെയൊക്കെ കൂടെ ഉംറയും നിർവഹിച്ച് ഞമ്മക്ക് അവരുടെ നിക്കാഹും കഴിച്ചിങ്ങോട്ട് പോന്നാലോ. ശരിക്കും നുസൈബക്ക് അത് കേട്ടപ്പോൾ സന്തോഷമായി. അത് കുഞ്ഞിനെയും കൊണ്ട് പോകണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ വന്നപ്പോൾ റബ്ബേ എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിൻ്റെ വിധി പോലൊക്കെ വരും. ശരിക്കും നല്ല സന്തോഷമായിരുന്നു അവൾക്കത് കേട്ടപ്പോൾ. ഐഷമ്മയുടെ മനസ്സിൽ അത് തന്നെ. നമ്മളിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടായി ഇടങ്ങാറായി ടെൻഷനായി എന്തിനു നിൽക്കുക, അതെ എൻ്റെ കുട്ടിൻ്റെ കല്യാണമെങ്കിൽ ഞാൻ നന്നായിട്ട് നടത്തി കൊടുക്കട്ടെ. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷമ്മാസ് വരുന്നു. ഷമ്മാസിനോട് ഈ ഒരു കാര്യം പറയണമെന്ന് നുസൈബയോട് പ്രത്യേകം പറഞ്ഞിരുന്നു. മോളെ ഒന്ന് പറഞ്ഞു നോക്ക്, എന്തായാലും സൗദന്റെ കാര്യത്തിൽ ഇപ്പൊ ഞാൻ പ്രസവവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സമ്മതിക്കോ കുട്ടിനെ കാണാൻ ഇതിനോ ഒന്നും എനിക്ക് ഉറപ്പില്ല. കാരണം പോയോടത്ത് തന്നെ നമ്മളെ ചീത്ത പറഞ്ഞ് ആട്ടി വിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെയാവും. ഈ കാര്യം കേട്ടപ്പോൾ തന്നെ നുസൈബക്കും വല്ലാത്തൊരു സന്തോഷമായിരുന്നു. റബ്ബേ
ഒത്തിരി ആഗ്രഹമുണ്ട്. അതെ, ഫാത്തിമ മോളെയും കൊണ്ട് ഉംറക്ക് പോകുക എന്നുള്ളത്. അതെ, എൻ്റെ പൊന്നുമോളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അത്. ഈ ഒരു വിവരം ഷമ്മാസ് വന്ന ഉടനെ തന്നെ പറയണമെന്ന് വിചാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അത് കാറിന്റെ ശബ്ദം കേൾക്കുന്നു. ഷമ്മാസ് വണ്ടി പോർച്ചിലേക്ക് ഇടുന്നു. എന്നാൽ നുസൈബയും ഉമ്മയും അവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഉമ്മയുടെ കൈകളിലാണ് കുട്ടിയുള്ളത്. ഷമ്മാസ് ചിരിച്ചുകൊണ്ട് വരുന്നു. മോനെ എന്തായിടാ, ഉമ്മ ഓല് കയറിപ്പോയി. ആ ആയിക്കോട്ടെ, എന്തൊക്കെ തന്നെയായാലും പഠിച്ചോ നല്ല രീതിയിൽ അവിടെ എത്തിക്കട്ടെ. എന്നാൽ നുസൈബയോട് ഉമ്മ പറഞ്ഞ കാര്യം ഷമ്മാസിനോട് അതൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഞാനായിട്ട് പറയുന്നില്ല, കാരണം ഞാനിപ്പോൾ 2 ദിവസം ഹോസ്പിറ്റലിലേക്ക് കിടന്ന് ഒന്നിട്ട് വന്നിട്ടുള്ളൂ. അപ്പോഴത്തേനും ഉമ്മാക്കിപ്പോൾ പോകാൻ തിരക്കായോ എന്ന് ഷാമോൻ വിചാരിക്കും എന്ന് കരുതിയിട്ട് ഉമ്മ പറഞ്ഞില്ല. നുസിനോട് പറഞ്ഞു, മോള് പറയും ഞമ്മക്കും കൂടെ ഉംറക്ക് പോകുക എന്നുള്ളത്. ഇനി അതിൻ്റെ അടുക്ക് സൗദൻ്റെ പ്രസവം കഴിഞ്ഞാൽ അത് റാഹത്തായും ചെയ്തോ, എന്നാൽ പിന്നെ സമാധാനക്കേടില്ല. പക്ഷേ ഉമ്മ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവരിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും വേണ്ടിയില്ല. ഉംറക്കൊന്ന് പോയിട്ട് പെട്ടെന്ന് അവരുടെ കല്യാണം ഇതൊക്കെ നടത്തിയിട്ട് ഇങ്ങോട്ട് പോകാം. തിരിച്ചു പോന്നാൽ പിന്നെ സമാധാനമായി. പിന്നെ പഠിച്ചവൻ്റെ വിധി പോലൊക്കെ വരും. നമ്മളെക്കൊണ്ട് പറ്റായിട്ടില്ല, നമ്മൾ കഴിയണ രീതിയിൽ നോക്കിക്കണ് ഞാൻ സൗദിനൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് എന്താ, ആരും അതിന് മെനക്കെടുന്നില്ല. നമ്മളെ ഭാഗം എങ്ങനെ വെച്ചാൽ ക്ലിയർ ആക്കുന്നുണ്ട്. പക്ഷെ ഓൽക്കും കൂടി വാശിയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നുസൈബ അത് ഷമ്മാസിനോട് പറയുവാൻ വേണ്ടി നിൽക്കുന്നു. ഇക്ക അവർ പോയല്ലേ, എല്ലാവരും പോയപ്പോൾ എനിക്കും തന്നെ വല്ലാത്ത ആഗ്രഹം. നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് പോയി വന്നാലോ, ഉമ്മയും വന്നോട്ടെ. നുസൈബയുടെ ചോദ്യം കേട്ട് അതാ ശരിക്കും ഷമ്മാസ്, എന്ത് നീ പറയുന്നത്, അവരൊക്കെ ഒന്ന് പോയി വരട്ടെ, നമുക്ക് ടൈം ഉണ്ടല്ലോ, ഇനിയും പോവാലോ. പിന്നെ ഈ ഒരു അവസ്ഥയിൽ പോകുന്നത് നമുക്കൊട്ടും ശരിയല്ല. അതെന്താ, സൗദി ഈ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടി ഉംറക്ക് പോയി കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും ഒരു ആവശ്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ആരെ കണ്ടിട്ടാ? ഏതോ താൽക്കാലികമായി നിർത്തിയൊരു സത്താറുണ്ട്. അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരുടെ സ്വഭാവം കാര്യങ്ങൾ എന്താ ഒന്നും നമുക്കറിയില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ, തൽക്കാലം അതൊക്കെ കഴിയട്ടെ. അത് ശരിക്കും നിരാശയായിരുന്നു നുസൈബക്ക് അത് കേട്ടപ്പോൾ. ഇക്ക അതിനെന്താ, നിങ്ങളൊക്കെ പോയി വിളിച്ചിട്ട് അവർ വന്നില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അത് പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ നവാസ്ക, എൻ്റെ ഇക്ക എന്നോടൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം അത് നിർബന്ധമായിട്ടും എനിക്ക് പൂർത്തീകരിക്കേണ്ടതാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഷാമോനെ, എൻ്റെ കുഞ്ഞ് എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. അവരെന്തൊക്കെ തന്നെ നമ്മൾ പറഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും എതിർത്താലും ഒന്നും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് നമ്മുടെ നവാസ്കയുടെ കുഞ്ഞ് വലുത്. അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ തന്നെ അവർ പറയുകയാണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ കൂടി ഭംഗിയായി പൂർത്തിയാക്കണം. എന്നിട്ട് പിന്നെ ബാക്കി എന്തായാലും വേണ്ടിയില്ല. ഏതായാലും പ്രസവം അതിപ്പോൾ നവാസ്കയുടെ കുഞ്ഞിനല്ല പ്രസവിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ചെറിയൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ശരിക്കും ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് നുസൈബ ഒന്ന് ഞെട്ടി. ഇക്ക സത്യത്തിൽ? അതേ പെണ്ണേ, ഇക്ക പറഞ്ഞതല്ലേ, ഇക്ക ഞാനുണ്ടെന്നുള്ള സമാധാനത്തിൽ പോയതാണ്. എന്തായാലും ഇക്കാക്ക ഒന്നും ഉൾക്കൊള്ളാനൊന്നും കഴിയൂല, അപ്പോൾ ഞാനെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പോയതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാ അതുകൊണ്ട് കഴിയട്ടെ. ആ ആയിക്കോട്ടെ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ അതാ പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തി. ഉമ്മ നുസൈബയെ വിളിച്ചു. മോളെ നുസിയേ. ആ ഉമ്മ. എന്തായി മോളെ? ഉമ്മ, ഇക്ക പറഞ്ഞത് നമ്മളെ കുട്ടിനല്ലേ സൗദ പ്രസവിക്കാൻ പോണത്. അതെ, അതങ്ങോട്ട് കഴിയട്ടെ, അല്ലാതെ സമാധാനമില്ലല്ലോ എന്ന്. എൻ്റെ ഇക്ക എന്നെ ഏൽപ്പിച്ചതാണ് ഷാമോനെ, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അത് കേട്ടപ്പോൾ ഐഷുമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. ശരിയാണ് മോളെ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മളിഷ്ടമില്ലല്ലോ ഓൾക്ക്, നമ്മളങ്ങോട്ട് ചെല്ലണോ ഇഷ്ടമല്ല. നമ്മളെന്ത് പറഞ്ഞാലും കേൾക്കൂല. പിന്നെ ഇപ്പം എന്താ മോളെ? ഉമ്മ അതൊക്കെ ശരി തന്നെയാണ്. എന്തായാലും എല്ലാം പഠിച്ച റബ്ബിൻ്റെ വിധി പോലെ വരും ഇൻഷാ അല്ലാ. ഐഷുമ്മ ആ ഒരു വാർത്ത കേൾക്കുവാൻ വേണ്ടി കൊതിച്ചിരുന്നു. അത് സൗദ പ്രസവിച്ചു എന്നുള്ള വാക്ക് കേൾക്കാൻ. വിളിച്ചു ചോദിക്കാനും വയ്യ, പോകാനും വയ്യ, അങ്ങനത്തെ ഒരവസ്ഥ. പക്ഷെ എൻ്റെ നവാസിൻ്റെ കുട്ടിയാണ് അവളുടെ വയറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ റബ്ബേ എന്തൊക്കെയാണാവോ. ഉമ്മക്ക് ഉംറക്ക് പോകാനും അതെ അവിടെ നിന്ന് നേരെ മുംതാസിനെയും ഫൈസലിനെയും നിക്കാഹ് നടത്താനും ഒക്കെ നല്ല ആഗ്രഹമുണ്ട്. എല്ലാം കഴിഞ്ഞ് റാഹത്തോടു കൂടെ സമീറയും ഉസ്താദും അവരും ഉണ്ടാകും. പക്ഷേ സൗദിയുടെ പ്രസവം ഒന്ന് കഴിഞ്ഞാൽ റാഹത്തോടു കൂടി പോകാം. 2 ദിവസത്തിനുള്ളിലേക്ക് എന്തായാലും ഉണ്ടാകും.
അങ്ങനെ അത് സൗദയുടെ പ്രസവത്തിന് വേണ്ടി കാതോർത്തിരിക്കുകയാണ് നമ്മുടെ ആയുഷുമ്മ. സൗദക്ക് പ്രസവവേദന വന്നു കഴിഞ്ഞാൽ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുത്തൻവീട് തറവാട്ടിലെ ആയുഷുമ്മയെ അറിയിക്കുമോ, സ്വന്തം കുട്ടിയുടെ ബാപ്പയുടെ വീട്ടുകാരെ അറിയിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തൊക്കെ തന്നെയായാലും അവരെന്തൊക്കെ ചെയ്താലും ആയുഷുമ്മയുടെ മനസ്സിൽ അവരോട് ദേഷ്യമൊന്നുമില്ല. നവാസിൻ്റെ കാര്യമായിരിക്കുമ്പോൾ സങ്കടമുണ്ട്. എന്നാലും പഠിച്ചോനെ, എൻ്റെ കുട്ടി, എനിക്കൊരു പുതിയ പേരക്കുട്ടി കൂടി വരാൻ പോവുകയാണല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് നമ്മുടെ ആയുഷുമ്മ നിൽക്കുന്നത്. എന്നാൽ ഈ സമയം അതാ സൗദിയുടെ വീട്ടിൽ സത്താർ നല്ല രീതിയിൽ അവിടെ അകത്തും പുറത്തും അഴിഞ്ഞാടുന്നുണ്ട്. എന്നാൽ സൗദക്കൊരു പേടിയുണ്ടായിരുന്നു. ഉമ്മ, ഈ സത്താർക്ക് ഇവിടെ അകത്തും പുറത്തൊക്കെ നടക്കണ കാണുമ്പോൾ എനിക്ക് പേടിയാണുമ്മ. എന്ത് പേടിയടി? എൻ്റെ പ്രസവം ഇതൊക്കെ കഴിഞ്ഞാലും അന്നോ സ്വീകരിക്കും. അതെ, ഇജ് ഒന്നും കൊണ്ട് പേടിക്കണ്ട. അന്ന ഓനെ കൊണ്ട് കെട്ടിക്കാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഉമ്മ, അതൊക്കെ എനിക്ക് പേടിയാണ്. എന്തിനു പേടി? ഓല് തിരിഞ്ഞു നോക്കണില്ല എന്നെ, നവാസ് ഒന്നും നോക്കണില്ല. പിന്നെ ഇപ്പം എന്താ, ഓനെ കൊണ്ട് തന്നെ കെട്ടിക്കും. എന്നിട്ടിതാ ഓലെ മുമ്പ് കൂടെ, പുത്തൻ തറവാടിന് മുമ്പ് കൂടെ അന്നെ നടത്തും. നിങ്ങൾ രണ്ടാളും നോക്കിക്കോളി. ഇതിലൊരു മാറ്റമില്ല. പറയണത് കുഞ്ഞിക്കഥയാണ്, അതിൻ്റെ അപ്പുറമില്ല. ഇത് നോക്കിക്കൊണ്ട് ഞാൻ നടത്തും ഉമ്മ. എന്നാൽ ഈ സമയം സൗദക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നുണ്ട്. അവൾ റൂമിലേക്ക് പോകുന്നുണ്ട്, വരുന്നുണ്ട്. ആ വലിയ കൊട്ടാരം പോലത്തെ വീടിൽ മുകളിലത്തെ റൂമിലാണ് അവരൊക്കെ താമസിക്കുന്നത്. എന്താടി എനിക്ക്? ഉമ്മ, എനിക്ക് എന്താ എന്താ പറ്റിയത്? ഉമ്മൻ്റെ ഒരു ഓരമ്മ കൂടെ ചെറുതായിട്ടൊരു വേദന ഉമ്മ. എന്ത് വേദന എന്നാവോ? റബ്ബേ, ഡേറ്റ് നാളെ മറ്റന്നാളൊക്കെയാണ് അല്ലേ? ഉമ്മ, മറ്റന്നാളാണ്. ഓ, ഇനിയിപ്പോൾ എന്താപ്പോ? ഇനിയിപ്പോൾ ആശുപത്രിക്ക് പോവേ? സത്താറേ, മോനെ സത്താറേ, എടാ. ആ, എന്തോ ഉമ്മ? സൗദക്കടാ ചെറിയൊരു അസുഖം തുടങ്ങിക്കണേ, നമുക്ക് ആശുപത്രിക്ക് പോവുക. എവിടെ നോക്കട്ടെ. എന്നാൽ സത്താർ നേരെ സൗദയുടെ നേരെ അതാ വരുന്നു. സൗദ, എന്തു പറ്റി മോളെ? എന്താ, നിനക്ക് എന്തെങ്കിലും ഉണ്ടോ? അവൾക്ക് അവനോട് പറയാൻ മടിയായി. ഉമ്മ, നിങ്ങൾ എന്തേ പറയുന്നത്? അവൾക്കതാ പെയിന് വരുന്നുണ്ടോയെന്ന് തോന്നുന്നു. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട കേട്ടോ. സത്താറതാ അവളുടെ കൈകൾ മുറുകെ പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അവളെ അവനോട് ചേർത്ത് പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അവൾക്കതെല്ലാം പേടിയായി. വേണ്ട, എനിക്ക് പേടിയുണ്ടെങ്കിൽ തൊടല്ലേ, എനിക്ക് പേടിയാണ്, തൊടല്ലേ. അവൾ വിട്ടു നിൽക്കുന്ന കണ്ട്, എന്താ മോളെ സത്താറ്, നിൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള ആണല്ലേ ഞാൻ. ഇത് എൻ്റെ കുഞ്ഞാണ്, നീ ഗർഭത്തിൽ ചുമന്നിരിക്കുന്നത്. അത് ആരുടെ കുഞ്ഞാണെങ്കിലും ഞാൻ സ്വീകരിക്കുവാൻ. എനിക്ക് അങ്ങനത്തെ ഒരു പേടിയും ബേജാറും ഒന്നുമില്ല. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ, വിഷമിക്കണ്ട കേട്ടോ. സ്നേഹത്തോട് അവൻ്റെ കരുതലും സ്നേഹവും സൗദിയിൽ അല്പം ഭയം വളർത്തി. എങ്കിലും അവളുടെ കുഞ്ഞിക്കദ്യ എന്ന പേരുള്ള ആ ഉമ്മയിൽ അത് സന്തോഷമായിരുന്നു. അങ്ങനെ സന്തോഷിക്കോളെ തൊട്ട് തലോടി എന്നിട്ട് ഓല മുന്നിൽ കൂടെ നടക്കണം. അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും പെരിയും സ്വത്തൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജീവിത ചെലവിനുള്ളതും അവൾ കുറച്ചൊക്കെ ബാങ്കിലൊക്കെ ഇട്ട് വെച്ച് അതും ഉണ്ട്. ഇനി പണത്തിൻ്റെ കാര്യത്തിലൊന്നും വലിയ പേടിയൊന്നുമില്ല. ഇനി പോയ അക്കൗണ്ട് പൂട്ടിയാലും വലിയതൊന്നുമില്ല. അത്യാവശ്യമൊക്കെ നമുക്ക് അയക്കണേ. അവരുടെ മനസ്സിൽ ഓരോ ചിന്തകൾ. മോനെ സത്താറേ, എന്താ ചെയ്യും? അവളെ കൈയൊന്ന് പിടിച്ചാ. ഉമ്മ അത് പറയുമ്പോൾ അവൾക്ക് അല്പം പേടി തോന്നി. ഉമ്മ, നിങ്ങൾ എന്താ പറയണത്? എന്താടി, എന്നെ കെട്ടാനുള്ള ആളെന്നാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട, ഒരു ആവശ്യമില്ല. എന്താ, എൻ്റെ പുതിയാപ്പിളാൻ പോന്നതന്നെ, അല്ലാതെ ഒരിക്കൽ പോലും പുത്തൻ വീട് തറവാട്ടത്തെ അവിടെ പോയിട്ട് നിൽക്കാറില്ല. എനിക്ക് ഇവിടെ നിൽക്കുക നല്ലൊരു പുതിയാപ്പിളയുണ്ട് ഇവിടെ. ഉമ്മ എന്താ? എന്നാൽ അവൾക്ക് അസുഖത്തിനിടയിലും ഉമ്മ അവനെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നേരെ അതാ സൗദിയുടെ അടുത്തേക്ക് സ്നേഹത്തോടു കൂടി സത്താർ വരുന്നു. മോളെ, എന്താ, സാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആശ്വസിപ്പിക്കുമ്പോൾ അവൾക്ക് പേടിയാണാകുന്നത്. പഠിച്ചോനെ. എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം അല്ലേ? അല്ലോ ഉമ്മ, പോയാലോ? പിന്നെ നീ ആരാണെന്ന് ചോദിച്ചാൽ ഭർത്താവ് തന്നെ പറഞ്ഞോണ്ടിട്ടോ. ഭർത്താവില്ല, ഗൾഫിലാന്ന്, ഇവിടെ നാട്ടിലോ ഒന്നും പറയണ്ട, ഭർത്താവാണ് തന്നെ പറഞ്ഞോണ്ടി. എന്തൊരു കാര്യത്തിന് എന്നെ ഒപ്പം നിൽക്കും വേണം. എല്ലാവരും ഒന്ന് കാണട്ടെ, 4 ആൾക്കാർ. അതിനു വേണ്ടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. എന്നാൽ ഈ സമയം അതാ അവൾക്ക് പ്രസവവേദന കൂടിക്കൂടി വരികയാണ്. സത്താർ അവളോട് പറഞ്ഞു, വിഷമിക്കണ്ട, നമുക്ക് പോകാം. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇക്കയല്ലേ നിൻ്റെ കൂടെ. പിന്നെന്താ മോളെ നിനക്ക്? സൗദക്ക് അത് പറയുമ്പോൾ ഭയവും പേടിയുമുണ്ട്. എങ്കിലും അവൾ അതെല്ലാം സഹിച്ചു നിന്നു. കാരണം ഉമ്മയുടെ ഒരൊറ്റ പണിയാണ്, ഉമ്മാൻ്റെ ആഗ്രഹമാണ് സത്താറിനെ കെട്ടണം, സത്താറിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം എന്നുള്ളത്. പഠിച്ചോനെ. എന്നാൽ അവൾക്ക് കൂടുതലായിട്ട് വേദന വരുന്നു. എന്നാൽ സത്താർ അവളെ പിടിക്കുവാൻ വേണ്ടി വരുന്നു. അവളെ പിടിച്ചുകൊണ്ട്
വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ സത്താർ വരികയാണ്. ഇതൊന്നും പുത്തൻ വീട് തറവാട്ടിലെ ആരും അറിഞ്ഞില്ല. എന്നാൽ അവൾ ചോദിച്ചു, ഉമ്മനെ അറിയിക്കണ്ടേ? ഏതുമ്മ? ഏത് അടുപ്പിലും ഉമ്മനടി എനിക്ക് അറിയിക്കേണ്ടത്? എന്നെക്കൊണ്ട് നേരത്തെ അനാവശ്യം അറിയിപ്പിക്കണ്ട. ഓൾറെഡി ഉമ്മ അത് പറയാഞ്ഞാൽ ഒരാളും ഇവിടെ അറിയണ്ട. എന്താ സത്താറും ഞാനും കൂടി എന്താ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ്ട് എത്തൂലേ? ഇജെന്തീ പറയണത്? എന്നാൽ അവൾക്ക് അല്പം മനസ്സിൽ ഭയമുണ്ടായിരുന്നു. അവൾക്ക് വേദന കൂടിക്കൂടി വന്നപ്പോൾ അവൾ നവാസ്കയുടെ ആ മുഖം മുന്നിൽ കണ്ടു. നവാസ്ക, എനിക്ക്... എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊന്ന് വിളിച്ച് പറയുവാൻ അതിനും കഴിയുന്നില്ലല്ലോ. അത് എൻ്റെ വാശി കൊണ്ടും കുറേയൊക്കെ അങ്ങനെയായി തീർന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയായിരുന്നു. എന്നാൽ സത്താർ ഓടി വന്നു. മോളെ സൗദ, കേറ് വണ്ടിയിലേക്ക് വാ, ഞാൻ പിടിക്കാം. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.